ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ നാട് പുട്ടപർത്തി. അപ്പം വേറെ ഒന്നിനുമല്ല, പാലുകാച്ചാണ്. ഇവിടെ 2 ദിവസം മുമ്പേ പോവാണ്. അതായത് നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നതിന് പോകുന്നതിന് 2 ദിവസം മുമ്പേ ആണ്. ഞാൻ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് വെക്കവോ, അതുകൊണ്ട് അവൾ നേരത്തെ പോകുന്നുണ്ട്. അത് സ്പെഷ്യൽ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യണം എനിക്ക് ആദ്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. എല്ലാം പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാണേ. ഓ സ്റ്റിച്ച്, നീ നല്ല ഡ്രസ്സ് ഇട്ടോ. ഇവിടെ കല്യാണ വീഡിയോ ഒന്നും അല്ല. ബാബാ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ നാട്ടിലെ പോലല്ല കേട്ടോ, ഇതൊരു വെറൈറ്റി പാലുകാച്ചാണ്. അപ്പം എല്ലാവരും കാണണം കേട്ടോ. ഫുള്ള് ബസ് 11:30 വരാൻ വേണ്ടി. ഹൗ മെനി കിലോമീറ്റേഴ്സ് ദർ? 480 കിലോമീറ്റർ. അതായത് ഹൈദരാബാദിൽ നിന്ന് 480 കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂരിൽ നോക്കുകയാണെങ്കിൽ 150 കിലോമീറ്റർ. ബാംഗ്ലൂരോട്ട് പോകാൻ ഏകദേശം 3 മണിക്കൂറേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇനി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയൊക്കെ കാണിക്കാം. അങ്ങനെ ഗായ്സ് പോകുന്നു. ഇനി ഞാൻ ഹോം അലോണാണ് വീട്ടിൽ. അവൾ പോയിട്ട് 2 ദിവസമായി. ഞാൻ ഇറങ്ങാൻ പോവാണ് അങ്ങോട്ടേക്ക്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 460 സംതിങ് എന്തോ ഉണ്ട് കിലോമീറ്റർ. ഞാനുണ്ട്, പിന്നെ നമ്മുടെ യാക്കിയും യദുവും ദർശികയൊക്കെ ഉണ്ട്. നാളെ 2ാമത്തെ ഫാമിലിയില്ലേ, അരുണ് നീതു ഒക്കെ, അവർ നാളെ വരും. സോ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ യാക്കീനൊക്കെ വിളിക്കാൻ പോവാണേ. അങ്ങനെ യദുവും ടീംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്. 8 മണിക്കൂറാണ് കാണിക്കുന്നത്. ഏകദേശം രാത്രി 2 മണിക്ക് എത്തും എന്നാണ് പറയുന്നത്. ഇപ്പം ടൈം 6 മണിയായി. അമ്പലച്ചുംബികളായ കെട്ടിടങ്ങൾ. ഇനി പതുക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ അങ്ങോട്ട് പോകാൻ ഓർത്തു. എൻ്റെ പൊന്നു ഗൈസ്, ഇത് നോക്ക്, മുടിഞ്ഞ മഴ, റോഡ് പോലും കാണാൻ പറ്റാത്ത മഴ. ഇനി വഴിയിൽ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ നിർത്തണം. ഇപ്പം സമയം 7 മണി കേട്ടോ. നമ്മൾ ഏകദേശം 44 കിലോമീറ്റർ കവർ ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെയായിട്ട്. അപ്പം നമുക്ക് മുട്ടം പണി കിട്ടി. എന്താ പറയുക, മഴയത്ത് പഞ്ചറായി. കാറ് പഞ്ചറായിട്ട് പുള്ളിക്കാരതേ പഞ്ചർ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടി ഞാനിവിടെ ജസ്റ്റ് സൈഡ് ഒതുക്കി നോക്കാം എന്താണ് സംഭവം നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയപ്പോഴത്തേക്കിന് ബാക്ക് ടയർ പഞ്ചർ. നിർത്തിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു പഞ്ചറടെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടുപോയനെ. സീരിയസ്ലി പറയാം, രാത്രി എന്ത് ചെയ്യാനും. അതോ മുടിഞ്ഞ മഴ. ഇതാണ് മഴയത്ത് ഇവിടെ കയറി നിൽക്കുകയാണ് നമ്മൾ. പാമ്പ് പിടിച്ചോണ്ട് മഴയത്ത് നിന്നിട്ട് പഞ്ചർ ഒട്ടിക്കുന്നു. താങ്ക് യു സോ മച്ച്. പുള്ളി ഇല്ലായിരുന്നു പെട്ടുപോയനോട്ടോ. ഈ ഒരു ഷോപ്പ് ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനോ സത്യം പറയുകയാണെങ്കിൽ. അയ്യോ, ആദ്യമായിട്ട് കേട്ടോ വണ്ടി പഞ്ചർ ആവുന്നത്. റണ്ണിങ്ങിൽ പഞ്ചറായിട്ടുണ്ട്, പക്ഷെ റണ്ണിങ്ങിൽ ആദ്യമായിട്ടാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ, പഞ്ചറൊക്കെ ഒട്ടിച്ച് കുറച്ച് മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു ഹോട്ടൽ കണ്ട്. ഇതൊക്കെ ഇവിടെ കിട്ടുള്ളൂ ഗൈസ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ തീരെ കടകളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി 1 മണിക്കൂർ പിന്നെയും വെയിറ്റ് ചെയ്യണം. സമയം ഇപ്പം 9 മണിയായി ഗൈസ്. എന്താണ് കഴിക്കാൻ പോവാ? ഇനിയിപ്പം കോമഡി എന്താണെന്ന് അറിയാം. നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് കഴിച്ചിട്ട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴായിരിക്കും വേറെ നല്ല കാണാം. ബട്ടർ ചിക്കനും പിന്നെ പുളിക്കാണ് കേട്ടോ പറഞ്ഞത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്താണ്, വരുന്നില്ലേ? ഇവിടെ നിൽക്കുവാണോ? ആറ്റുകൊള്ളാൻ നിന്നാണെന്ന് പുള്ളിനോട് ഫുഡ് എങ്ങനെ നീ എന്താ പറഞ്ഞു? കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ, കൊള്ളൂല്ലായിരുന്നല്ല. സത്യം പറഞ്ഞാൽ ഞാൻ കൊള്ളുമല്ലായിരുന്നു കേസ്. എൻ്റെ അമ്മോ. അടുത്ത ഇനി കർണൂലാണ്. ഇവിടെ ആകെ സിറ്റി എന്ന് പറഞ്ഞാൽ കർണൂലാണ്. എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ കഴിക്കാം. നമ്മൾ ലേറ്റായിട്ട് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. മുന്നോട്ട് പോയിട്ട് ബാക്കി നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന കേട്ടോ. ഇപ്പം സമയം 11 മണിയായി. കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വഴിയിലൊരു ഹോട്ടൽ കണ്ടേ, മാക്സ് 4. കൊള്ളാം കേട്ടാ, കാണാനൊക്കെ ഭംഗിയുണ്ട്. തെന്നി അടിച്ച് വീണായിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്താണ് ഓർഡർ ചെയ്തേ? ആചാരി ചിക്കൻ. ആചാരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കഴിച്ചത് ശരിയായിട്ടില്ല കൈസ്. നമ്മൾ ആരും നന്നായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ ദർശിക ഒന്നും കഴിച്ചില്ല കൈസ്. അപ്പം ദർശികയും കൂടിയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഇത് ആചാരി അല്ല കേട്ടോ, ഇത് അച്ചാറിയാണെന്ന് പറയുന്നത്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം. അങ്ങനെ പുട്ടപർത്തിയിലെത്തി കൈസ്. സമയം 2 മണിയായി. കറക്റ്റ് 2 മണിക്ക് നമ്മളെത്തി. 130 കിലോമീറ്റർ ഓടി. ഇനിയൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഭയങ്കര ടയർഡാണ് ഗൈസ്. അപ്പം ബാക്കി ഇനി നാളെ ഗൈസ്. അപ്പം അടുത്ത ദിവസമായിട്ടുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുന്നില്ല. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. 1 മണിയായിട്ട്, ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. ഇനി നമുക്ക് പോയി കാറും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കണം. കാറൊക്കെ പുറത്തിട്ടേക്കുക. എന്തൊരവസ്ഥയെന്ന് ദൈവത്തിനറിയാം. ഇവരൊക്കെ നേരത്തെ ഇറങ്ങി താഴെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. കാറ് നോക്കിയില്ല. ഞാൻ പോയി കാറ് നോക്കിയിട്ട് വരട്ടെ. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ നമുക്ക് കാറിലേക്ക് പോവാം. ഇത് കണ്ട ചായയുടെ ഗ്ലാസ്സിൻ്റെ വലിപ്പം കണ്ട, ചെറിയ ഗ്ലാസ്സിലെ. ഹൈദരാബാദിലും പുട്ടപർത്തിയിലും എല്ലായിടത്തും, എനിക്കൊന്ന് ആന്ധ്ര സൈഡും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇനി നേരെ വണ്ടി ഒന്ന് നോക്കണം. ഇതുകൊണ്ട് കാറ് കയറ്റി വെച്ചേക്കുന്നത് കണ്ട.
ഇന്നലെ മുട്ടൻ മണി കിട്ടിയത് ഈ ടയറാണ് ഗൈസ്. 1 മണിയായി. ഞാൻ ഇന്നലെ അവളോട് രാത്രി കിടന്നപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, വിളിക്കരുത്, എനിക്ക് ഉറങ്ങണം, ടയേർഡല്ലേ, അത്രയും നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വിളിക്കരുത്, ഞാൻ എഴുന്നേറ്റിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ചെറിയൊരു ഷോപ്പുണ്ടേ, അപ്പോൾ അവിടെ കൊണ്ടുവന്ന കേട്ടോ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്. വണ്ടി ഫുൾ അഴുക്കല്ലേ, നമ്മളിപ്പം പുതിയ വീട്ടിലോട്ട് ചെന്ന് കയറേണ്ടതല്ലേ. അങ്ങനെ നമ്മുടെ കാറ് കഴുകി കിട്ടി സുന്ദരക്കുട്ടപ്പനായിട്ടല്ലേ. ഇനിയിപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് പോവാണ്. നമ്മളെല്ലാവരും റൂമിൽ വന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതുവരെ മഴ പെയ്തെന്ന് തോന്നടാ, ഇതുവരെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ നേരെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ വീട്ടിലേക്ക് പോകണം. അത് എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിപ്പം താമസിക്കുന്ന ഒരു റെൻറ്റ് ഹൗസിലാണ്. അപ്പോൾ ആ റെൻറ്റ് ഹൗസിലേക്ക് നമ്മളിപ്പം പോവാണ് കേട്ടോ. 2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വിപ്രയുടെ ചേച്ചി ഇറങ്ങി ഓടി കേട്ടോ ക്യാമറ കൊണ്ട് വന്നപ്പോൾ. അയ്യോ ഹൈഡിങ്, യു ഷുഡ് സ്റ്റേ ഹിയർ, ഐ ആം ഫൈൻ, ഹൗ ആർ യു? ഇതാണ് കേട്ടോ സുപ്രിയയുടെ ചേച്ചി. അവിടുന്ന് നമുക്ക് ആ വീടിനകത്തെ കാണിക്കാൻ പറ്റില്ല, അവിടെ ഒരു വയ്യാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാനത്. പിന്നെ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം അവിടെ തിരക്ക് കാരണം എല്ലാം കൂടെ വലിച്ചു വരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറായി പോകും. ഇപ്പം നമ്മളിപ്പോൾ നേരെ അവിടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി അവിടെ ഇവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാരൊക്കെ വരുന്നില്ല. അപ്പോൾ സോ വണ്ടി നമ്മൾ വീടിനപ്പുറത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട് കാണിച്ചു തരാവേ. എന്നിട്ട് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഞാൻ ക്യാമറയും പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നത്. ഇവിടെ സ്വീകരിക്കാൻ ഒരാൾ നിൽപ്പുണ്ടല്ലോ. ഹായ് ബ്രോ, വാട്ട്സ്ആപ്പ് കേട്ടോ. വീടിൻ്റെ സാരിയൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത് കണ്ടോ. ഹലോ ഹായ് ബ്രോ. തിരിഞ്ഞ് നിൽക്കാം, നോക്കട്ടെ സാരിയൊക്കെ കൊടുത്തേക്ക് നോക്കട്ടെ, എല്ലാവരും കാണട്ടെ. സാരി കൊടുത്ത കുട്ടിയെ കണ്ടോ. നോട്ട് ഗുഡ് ഗൈസ്, ഇറ്റ്സ് ഗുഡ് ഓൺലി, നോ പ്രോബ്ലം. సూర్యనారాయణమూర్తి సూర్యదేవ అని మనసులో అనుకొని మా ఇంట్లో అందరికీ కూడా ఆరోగ్యాన్ని ప్రసాదించు తండ్రి. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പൂജയും കാര്യങ്ങളൊക്കെ ഇപ്പം 2 ദിവസമായിട്ടാണ് പരിപാടി. ഇന്ന് ഫുള്ള് പൂജയും ഹോമവും കാര്യങ്ങളൊക്കെയാണ്. നാളെയാണ് മറ്റേ ആൾക്കാരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് വരത്തില്ലേ, റിസപ്ഷൻ പോലെ, അത് നാളെയാണ്. ഞാനും കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിപ്പോൾ പാൻ്റ് ഇട്ടേക്കുന്നത്. ഞാൻ പാൻറ്റ് മാറിയിട്ട് ഇനി മുണ്ടെടുത്തിട്ട് പൂജയ്ക്ക് ഇരിക്കണം. മുണ്ടെടുത്തിട്ട് മുണ്ടെടുത്ത് കഴിയുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം കേട്ടോ. ബാക്കി ഇനി പൂജയ്ക്ക് ഇരുന്നിട്ട് പൂജയിലെ കുറച്ച് ഷോട്ടൊക്കെ കാണിക്കും. എല്ലാ പൂജയുടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീരത്തില്ല കേട്ടോ വ്ളോഗ്. അപ്പോൾ നമ്മുടെ അരുണും ടീംസ് എത്തിയിട്ടുണ്ട്. അരുണും അല്ലിയും നീതുവും നമ്മൾ അവരിവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടേ. അവർ ഹൈദരാബാദിൽ നിന്ന് ഇന്ന് രാവിലെ ഇറങ്ങിയത്, നമ്മൾ ഇന്നലെ വന്നു. ഹായ് ഗായ്സ്. അപ്പം അവർക്ക് അത് കഴിഞ്ഞിട്ട് നാളെ എന്തോ ബാംഗ്ലൂരിൽ വേറെ ഒരു പാല് കാച്ചുണ്ട്. അപ്പോൾ അതിനും പോകാനായിട്ട് പ്ലാനിലാണ് അവർ വന്നേക്കുന്നത്. ഇവിടുന്ന് 150 കിലോമീറ്ററേ ഉള്ളൂ ബാംഗ്ലൂരേക്ക്. സുന്ദരനെ കണ്ടിട്ട് എത്ര ദിവസമായി? പനിയൊക്കെ ഉണ്ടല്ലേ? ഒരു ഹായ് പറയത്തില്ല. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ഹായ് ഇല്ലെന്നാണോ? ഹായ് ഗൈസ്. വീട്ടിലോട്ടോ ആളിപ്പോ കയറും. മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഗൈസ് എൻ്റെ എൻഗേജ്മെന്റിന്റെ സാരിയാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. എൻ്റെ ആണേ, നിന്റെ അല്ലേ? നമ്മുടെ ഹോമം നടക്കുമ്പം എൻ്റെ പ്രസൻസ് അവിടെ വേണമെന്ന് മനസ്സിലായോ? എൻ്റെ പ്രസൻസ് അവിടെ വേണം. അതുകൊണ്ട് മുണ്ടെടുത്ത് ഇവിടെ നിന്നൊരു മുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്, മുണ്ട് പാൻറ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന്. ഫ്ലെക്സ് ചെയ്യാന്ന് വിചാരിക്കും. ബസ് എനിക്കൊരു നാണം, എനിക്കില്ലാത്തതാണ് ഇഷ്ടം. एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्ति प्रचोदयात्. स्वाहा. इसको देख के इसको राइट. ब्राम ब्री ब्रौ न बुधग्रहाय स्वाहा. बुधग्रहाय नमः. शुक्रग्रहाय नमः. ओम भार्गवाय विद्महे निक्षतकृष्टाय धीमहि तन्नो नारसिंह प्रचोदयात्. स्वाहा. पूर्णास्तु मुहूर्तस्य
ఎవరెవరు అని తీసుకో మీకు లేదు భవే యజమానస్య శుచి పదప్రణీ తథా భవే యజమానస్య ప్రణీత భవే యజమానస్య ప్రణయదస్తత భవం కుర్యాత్ യാനി കാണിച്ച പാപാണി ജന്മാന്തരകൃതാണി ച. അമ്മനെ വല്ലത്തെ മെമ്മന നമ്പര് വന്നു, പരിപാടിയൊക്കെ കഴിഞ്ഞു. Miaman mare, mian sayo. That was only ജിമ്മൻ ജിമ്മൻ രണ്ട് പല്ലില്ല. അവളെന്നോട് പറയുന്നത് അപ്പം ഇന്നത്തെ പൂജ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം വെളുപ്പിന് 3 മണിക്ക് എന്താ ഗൃഹപ്രവേശനം അതല്ലേ? അപ്പം ആ പരിപാടിക്ക് രാവിലെ ഇനി വരണം 3 മണിക്ക്. ഇപ്പോൾ സമയം 9 മണിയാവുന്നു. അപ്പോൾ രാവിലെ ഇനി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാവിലെ വരുന്ന കുറച്ച് സീനുണ്ട്. കേസപ്പം 3 മണിക്ക് നമുക്ക് വീട്ടിൽ കയറുന്ന ചടങ്ങാണ്. സോ എല്ലാവരും കുളിച്ച് റെഡിയായി ഗുഡ് ഡ്രസ്സൊക്കെ ഇട്ട് നേരെ അങ്ങോട്ട് പോകണം. വെളുപ്പം കാലത്ത് പൂത പിടിക്കാതെ. അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. అక్కడ కడపం దగ్గర పెట్టు. ప్రయే దేవి సుప్రీత పెట్టాలి రైట్. ఎనికి నాయన దగ్గర నిలబడు, సెంటర్లో పెట్టు. చిన్న పాప ఇదా ఆ కలిసి తీసుకో, బింది ఎత్తుకో. చిన్నదా ఎత్తాలనా ఎత్తుకుంటావా? ఏం కాదు కానీ అట్లా భద్రం భద్రం. പശുവാണ് ആദ്യം കയറുന്നത്. రామ్మా ప్రచోదయాత్ గో మహాలక్ష్మీ దేవతాభ్యో నమః. വീട്ടിലോട്ട് കയറുകയാണ് ഗൈസ്. మంగళదీపం చిన్న గిద్దులు పెట్టు. ఏతాం భవ ప్రణోదయమానస్య ప్రణీత భవత్తుర్యాత్ రక్షద్వయోదోస్తదభవం సుమంగళ్యా ప్రణీతమస్తదే భవ ప్రణోతాం భవవేజమనస్తః. ఏతాం అట్లా కార్యక్రమం చూడు మీ అత్తలతో పాటు. శాంతిరస్తు, తుష్టిరస్తు, పుష్టిరస్తు, ఆరోగ్యమస్తు. പാല് കച്ച് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ നമ്മുടെ കൂട്ടല്ല ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ട്രഡീഷണലായിട്ട്. ഞാൻ സത്യമായിട്ടും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവുമോ എന്നുള്ള ഡൗട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു വെറൈറ്റിയാണ് കേസ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും, കണ്ടിട്ടുള്ളവരും ഉണ്ടാവും. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫുള്ള് വീഡിയോ ഇട്ടിരുന്നത്. കുറച്ച് ലെങ്തിയാണ്, ബട്ട് സ്റ്റിൽ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഞാനും ആദ്യമായിട്ടോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. രാവിലെ വെളുപ്പിന് 3 മണിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ കല്യാണം നടന്നത് തന്നെ വെളുപ്പിന് 2 മണിക്കാണ് കേട്ടോ. ഇതുപോലെ തന്നെ 2 മണിക്ക് പരിപാടി. ഇവിടെ എല്ലാം വെളുപ്പിനെ തുടങ്ങുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുമുണ്ട് കുറച്ച് സമയം. ഇപ്പം 5 മണിയായി. കുറച്ച് പൂജയോടുണ്ട് കൈസ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി എന്തായാലും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വരാം. എനിക്ക് ചെറിയൊരു ത്രോട്ട് പെയിനും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തിട്ട് വരാൻ ഓർത്തിരിക്കുകയാണ് കേട്ടോ. രാവിലെ വന്നിട്ട് നിങ്ങളെ വീടും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറയുന്നത് 11:30 ആയി. പ്രോഗ്രാമൊക്കെ വൈകുന്നേരമാണോ എനിക്ക് അറിയത്തില്ല പ്രോപ്പറായിട്ട് കേട്ടോ. അരുണും നീതുമൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ്. എങ്ങോട്ടല്ലേ പോകുന്നത്? ബാംഗ്ലൂർ. അരുണും നീതുകൂടെ ബാംഗ്ലൂർ പോവാണ്. ബാംഗ്ലൂരിൽ ഒരു കസിനല്ല ഫ്രണ്ട് ഉണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അവർ നേരത്തെ ഇറങ്ങുന്നുണ്ട്, നമ്മുടെ കൂടെ അല്ല തിരിച്ചു വരുന്നത്. അപ്പോൾ ബൈ ബൈ നീതു, ബൈ അളയാ. അപ്പം ശരി, കാണാം അളയാ. 2 ദിവസം കഴിഞ്ഞാണോ? വിളിക്കണല്ലയാ? ഓക്കെ ശരി. നിങ്ങളെ വീടിനകം കാണിച്ചു തരാം. ഇതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ കാണും. ഓൾറെഡി വീട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇൻസ്റ്റേറ്റുണ്ടേ.
ഇത് TV വെക്കുന്ന ഏരിയ. ഈ ഫോട്ടോ വരച്ചിരിക്കുന്നത് സുപ്രിയാണ്. അതായത് ഔട്ട്ലൈൻ ഫുള്ള് വരച്ചിരിക്കുന്നത് അവളും പിന്നെ അവർ 3 പേരുണ്ട്, ചേച്ചിയും അനിയനും കൂടെയാണ് അത് ഫുള്ള് കളർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഹാള്, ഇവിടെ ഒരു റൂമുണ്ട്, റൈറ്റ് സൈഡിൽ തന്നെ ഒരു റൂം ഉണ്ട്. റൂമിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്, ഒരു റൂം. പിന്നെ ഇതൊരു മറ്റേ 4 കെട്ട് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ. ഇവിടെ മുകളിലോട്ട് നോക്കും ഉണ്ടോ, അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു പൂജാ റൂമുണ്ടേ, ഇതാണ് പൂജാ റൂം. വീടിനോട് അതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ. ഒരു വെജാണ്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. കിച്ചൺ ഇവിടെ ആയാലും കുഴപ്പമില്ല. നമ്മൾ നോൺ വെജ് വെക്കുകയാണെങ്കിലല്ലേ നമുക്കുള്ള പ്രശ്നമുള്ളൂ. ഇത് കിച്ചൺ, ഇവിടെ വാഷ് ബേസൺ, ഇത് അടുത്ത റൂം, ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതൊക്കെ എല്ലാം സെറ്റാക്കുന്നതേ ഉള്ളവർ, ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല. ഇത് പിന്നെ അവിടെ നിന്ന് സ്റ്റെയർ ആണ് മേളോട്ട്. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മുകളിൽ ഒരു റൂമുണ്ട്. മുകളിലത്തെ സ്പേസ് ഇതാണ്. മുകളിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇത് അവളുടെ അനിയൻ്റെ റൂം. അതായത് അവനാണ് കേട്ടോ ഈ ബിൽഡിങ്, അതായത് ഈ വീട് പണിഞ്ഞേക്കുന്നത് ഹർഷയാണ്. ഹർഷ എന്നാണ് അവൻ്റെ പേര്. ഇതാണ് അവൻ്റെ റൂമാണ് കേട്ടോ. ഇവിടെ വാഷ് റൂമുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വിശാലമായ ബാൽക്കണി. ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു കിടിലിന് ഒരു ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. വീടിൻ്റെ ഒരു പ്രോപ്പർ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അതായത് ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ടായതുകൊണ്ട് ഒരു കറക്റ്റ് വ്യൂ കിട്ടത്തില്ല, ബട്ട് സ്റ്റിൽ അതായത് ഈ വീട് നിൽക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളെ ഒരു ചെറിയൊരു ഡ്രോൺ ഷോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളിവിടുത്തെ ലാസ്റ്റ് ദിവസമാണ്. നിങ്ങളെ പുട്ടപ്പുറത്ത് എനിക്ക് കാണിക്കണമുണ്ടായിരുന്നു, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഇല്ലായിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് ക്യാമറ കൊണ്ടുപോകത്തില്ല ഗൈസ്. അപ്പം സായിബാബ കുറേ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, എയർപോർട്ട് വരെ പുള്ളി പണിഞ്ഞുണ്ട്. എയർപോർട്ട് ഉണ്ട്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ പുള്ളിയായിട്ട് പണിഞ്ഞാണ് ഇവിടെ. അപ്പോൾ അത് ഫുള്ള് കാണിക്കണമുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ക്യാമറ അകത്തോട്ട് കയറത്തില്ല ഒരു. അത് കാണിക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചെറിയ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെപ്പോൾ വന്നാലും പോകുമ്പോഴും ഇങ്ങനെ ഉണ്ട് ഗൈസ്. Here also. No, one shot of What? We need to get twins. Twins ah? They are giving that week. Twins കിട്ടണമെന്ന്. എല്ലാരും ചെയ്യുന്ന കണ്ടപ്പോ ഇവക്കും ചെയ്യണമെന്ന് ഗൈസ്. എന്തിനു ചെയ്യാനാ? ഓക്കെ. കുറേ ഡിഫറെൻ്റ് ചടങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ? ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. അത് വീട്ടിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ പോവില്ലേ, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക്. അപ്പം ഇതുപോലെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കപ്പം ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ചെറിയൊരു വ്ളോഗല്ല, ഇത് വലിയ വ്ളോഗായിരുന്നു എനിക്കറിയാം. സോ ഒരു ആന്ധ്രയിലെ എനിക്കിത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാം ഈ പാല് കാച്ചോ, ഹൗസ് വാമിങ് വേറെ ഉണ്ടായിരുന്നോ? 2 ദിവസമായിരുന്നു പാല്. ഇത് പോകുന്നതാണോ? അതെപ്പോഴും വരെ ഉള്ളതാണ്. ഇന്ന് പഠിപ്പിയെന്ന് പറയുന്നുണ്ട്. കാലിലൊക്കെ ഫുള്ള് ഇത് കണ്ടോ? കാല് കാണിച്ച് കാലെന്തി നിനക്ക് കാലില്ലേ? അതെ, ഇത് കണ്ടോ നോക്ക്. കാലും കയ്യും എല്ലാം പിന്നെ മഞ്ഞളൊക്കെ തേച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ ഇന്ന് അടുത്ത വ്ളോഗ് എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല, നമുക്ക് അടുത്ത വ്ളോഗിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. സോ ഗൈസ്, അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇതുപോലത്തെ വ്ളോഗ് ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഗൈസ്, അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.